ബിനിലും പ്രദീപ് ജോസഫും നമുക്കിപ്പം ചേരുന്നുണ്ട്. ആദ്യം ബിനിലിലേക്കാണ്. ബിനിൽ, പ്രതിപക്ഷ നേതാവിനെതിരെ രണ്ട് സമുദായ സംഘടനാ നേതാക്കൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയും NSS ജനറൽ സെക്രട്ടറിയും സംസാരിക്കുമ്പോൾ ഏറെക്കുറെ ഒരേ തരത്തിലുള്ള വിമർശനങ്ങളാണ്. രാഷ്ട്രീയമായത് എത്രത്തോളം വളരെ പ്രധാനമായി മാറുന്നുണ്ട്. ഇപ്പോൾ രണ്ട് തവണ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിലും അദ്ദേഹം വളരെ നിയന്ത്രിതമായ മറുപടിയാണല്ലോ പറയുന്നത്. രതീഷ, തീർച്ചയായും വളരെ മയപ്പെട്ട് തന്നെയാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത്. ആദ്യം വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലാണ് അദ്ദേഹം പറവൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ വ്യക്തിപരമായി താനൊന്നും പറയില്ല, പക്ഷേ വർഗീയത വെള്ളാപ്പള്ളി പറഞ്ഞാൽ അത് വർഗീയതയാണ് എന്ന് താൻ തുറന്നു പറയും. അത് ഇനിയും ആവർത്തിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനവും വെച്ചുകൊണ്ട് അദ്ദേഹം തനിക്കെതിരെ എന്ത് വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയാലും അതിനൊന്നും മറുപടി പറയുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അതോടൊപ്പം തന്നെ ജി സുകുമാരൻ നായരെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു. ജി സുകുമാരൻ നായർ വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നയാളാണ്. ഒരിക്കൽ പോലും വർഗീയതയെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുകൂടി സതീശൻ പറഞ്ഞു. പക്ഷേ അതിനുശേഷമാണ് ജി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ട് സതീശനെതിരെ ആഞ്ഞടിച്ചത്. അതിനുള്ള മറുപടിയാണ് പിന്നീട് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് വി ഡി സതീശൻ മാധ്യമങ്ങളോട് ദീർഘമായി അതിൽ തന്നെ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ സാമുദായിക നേതാക്കളെ കാണുന്നത് പുതിയ കാര്യമല്ല, താൻ സമുദായ നേതാക്കളെ കാണുന്നുണ്ട്, താൻ ഒളിച്ചും പാത്തും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, കേരളത്തിലെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് ജി സുകുമാരൻ നായർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ സിനഡ് ചേർന്നുകൊണ്ടിരിക്കെ അവിടെ എത്തിയ ആളാണ് വി ഡി സതീശൻ എന്നതാണ്. സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങരുത് എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ ആരും അറിയാതെ അവിടെ പോയതിനെയാണ് ജി സുകുമാരൻ നായർ ചോദ്യം ചെയ്തത്. അവിടെ ഔദ്യോഗിക വാഹനമൊക്കെ ഒഴിവാക്കിയാണ് വി ഡി സതീശൻ ചെന്നത് എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് താൻ രഹസ്യമായി ഒരു സാമുദായിക നേതാക്കളെയും കാണാൻ പോയിട്ടില്ല എന്ന രീതിയിലേക്കാണ് അദ്ദേഹം കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. താൻ പെരുന്നയിൽ പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്, ഇനിയും സാമുദായിക നേതാക്കളെ കാണും, അതിനെന്ത് കുഴപ്പം എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്നൊരല്പം മയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ NSSൻ്റെയും SNDP നേതൃത്വത്തിനെയും വിമർശിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മയപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കൾ പല സംഘടനകളുടെയും നിലപാടുകൾ അത് വളരെ പ്രധാനമായി രാഷ്ട്രീയമായി കൂടി പ്രാധാന്യമുള്ളതായി മാറുന്നുണ്ട്. പ്രദീപ് ജോസഫ് കൂടിയുണ്ട്. പ്രദീപ്, LDFന് വലിയ ആശ്വാസം, LDF സർക്കാരിന് അനുകൂലമായ സമീപനമാണല്ലോ ഇന്ന് പെരുന്നയിൽ നിന്ന് ഉണ്ടായത്. മാത്രമല്ല ശബരിമലയിൽ തെറ്റിദ്ധരുത്തലുണ്ടായിരിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ആഗോള അയ്യപ്പ സംഗമം തെറ്റിദ്ധരുത്തലിൻ്റെ ഭാഗമായിരുന്നു എന്നടക്കം വിശദീകരിച്ചുകൊണ്ട് BJP ഉൾപ്പെടെ തള്ളുന്നതും എങ്ങനെയാണ്? രതീഷ്, പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും സുരേഷ് ഗോപിയെയും CV ആനന്ദബോസിനെയും BJPയെയും ഒക്കെ കണക്കറ്റ് വിമർശിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചെയ്തത്. വെള്ളാപ്പള്ളിയുടെ ഐക്യ ആഹ്വാനത്തോട് 100% ഐക്യം രേഖപ്പെടുത്തുകയാണ് ജി സുകുമാരൻ നായർ ചെയ്തത്. വ്യക്തിപരമായി താൻ ഇത് ഏറെ ആഗ്രഹിക്കുന്നു. അതേസമയം NSS ഡയറക്ടർ ബോർഡിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ നമ്പൂരി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഉദ്ദേശിക്കുന്നത് എങ്കിലും നിലവിൽ SNDPയും NSSും തമ്മിലുള്ള ഐക്യം മാത്രമാണ് തൻ്റെ മനസ്സിലുള്ളത് എന്നും ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടി. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ പ്രസ്താവനകളോടും എല്ലാ നിലപാടുകളും തനിക്ക് യോജിപ്പില്ല. NSS സമദൂര സിദ്ധാന്തം തുടരും, എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടി അല്ല ഇത്തരത്തിലുള്ള ഒരു ഐക്യത്തിലേക്ക് പോകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്നാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് വന്നത്. NSS ആസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതാണ്ട് 1.5 മണിക്കൂർ അദ്ദേഹം തന്നെ കാണാൻ കാത്തിരുന്നു. അതിനുശേഷം കൂടിക്കാഴ്ച നടത്തി പറവൂരിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. താൻ അതിനുവേണ്ട നിർദ്ദേശം നൽകി. എന്നാൽ പിന്നീട് സമുദായത്തെ അടക്കം തള്ളിപ്പറയുകയാണ്, സമുദായ നേതാക്കളെ തള്ളിപ്പറയുകയാണ് വി ഡി സതീശൻ ചെയ്തതെന്ന് ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ഇങ്ങനെ വി ഡി സതീശനെ കോൺഗ്രസ് കയറൂരി വിട്ടിരിക്കുകയാണ്, എല്ലാ കാര്യത്തിനും അദ്ദേഹമാണ് പ്രതികരിക്കുന്നത്. KPCC പ്രസിഡന്റ് ഇല്ലേ എന്നും ജി സുകുമാരൻ നായർ ചോദിച്ചു. സതീശനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ അതിൻ്റെ തിക്തഫലം കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരുമെന്ന് സുകുമാരൻ നായർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതേസമയം സുരേഷ് ഗോപി മുൻകൂർ അനുമതിയില്ലാതെയാണ് NSS ആസ്ഥാനത്ത് വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രവേശന അനുമതി നിഷേധിച്ചത്. ആനന്ദ ബോസും പുഷ്പാർച്ചനയ്ക്ക് അനുമതി നേടിയിരുന്നില്ല. 10 വർഷക്കാലത്തിലധികമായി കേന്ദ്രം BJP ഭരിക്കുന്നു. എന്നിട്ടും ശബരിമലയ്ക്ക് വേണ്ടി എന്താണ് BJP ചെയ്തിട്ടുള്ളത് എന്ന് ജി സുകുമാരൻ നായർ ചോദിച്ചു. ശബരിമല വിമാനത്താവളം എന്തായി, ശബരി റെയിൽ എന്തായി, പമ്പയെ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ ശരിയായി അന്വേഷണം നടക്കുന്നു എന്നതാണ് NSSന്റെ നിലപാട്. അങ്ങനെയാണ് NSS മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ ശബരിമലയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുതിരുത്തൽ ഉണ്ടാകുന്നു. അത് പറയുന്നതിനൊപ്പം നാമജപ ഘോഷയാത്രയിൽ നിന്ന് അന്നത്തെ പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ BJPയും കോൺഗ്രസും ഒളിച്ചോടി. കേന്ദ്രം ഭരിക്കുന്ന BJP ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അപ്പോൾ കൃത്യമായി ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാരിനൊപ്പമാണ്. അത് ഒരിക്കൽ കൂടി വളരെ വിശദമായി തന്നെ അദ്ദേഹം ഊന്നിപ്പറയുകയല്ലേ?
സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ NSS സംതൃപ്തി രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കോടതിയുടെ നിലപാട് സ്വാഗതാർഹമാണ്. അന്വേഷണ സംഘം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുണ്ടോ അവരൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഈ സ്വർണ്ണക്കൊള്ള നടത്താൻ കൂട്ടുനിന്ന ചില ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും മറ്റും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്തായിരുന്നാലും നിലവിലെ ഈ അന്വേഷണ സംഘം രൂപീകരിച്ചത് മുതൽ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ അദ്ദേഹം തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സർക്കാരിനുള്ള ഒരു പിന്തുണയായി തന്നെ ഇതിനെ കാണുകയും ചെയ്യാം. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താങ്കൾ രമ്യതപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിന് തനിക്ക് അദ്ദേഹത്തോട് പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. അദ്ദേഹം തന്നോട് മാന്യമായി സംസാരിക്കുന്നു, മാന്യമായി ഇടപെടുന്നു. അതുകൊണ്ട് താനും തിരികെ അങ്ങനെ പെരുമാറുകയാണ് ചെയ്യുന്നത് എന്നുള്ള മറുപടിയാണ് എന്തായിരുന്നാലും NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുള്ളത്.